കുമാരമംഗലം പോക്സോ പീഡന പരമ്പരയിലെ 28 കേസുകളിൽ വിചാരണ പൂർത്തിയായ രണ്ടാമത്തെ കേസിലും ശിക്ഷാവിധി. പ്രതി എടനാട് സ്വദേശി വിനീഷിന് 12 വർഷം കഠിന തടവും 4 ലക്ഷം രൂപ നഷ്ടപരിഹാരവും കോടതി വിധിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ ചെയ്ത മറ്റു കേസുകളിൽ വിചാരണ അന്തിമഘട്ടത്തിലാണ്. തൊടുപുഴ 1ാം അഡീഷണൽ സെഷൻസ് ജഡ്ജി ആഷ് കെ ബാലാണ് ശിക്ഷ വിധിച്ചത്. എടനാട് സ്വദേശി വിനീഷാണ് ശിക്ഷിക്കപ്പെട്ട പ്രതി. 12 വർഷം തടവിനൊപ്പം 75,000 രൂപ പിഴയും പിഴയടച്ചില്ലെങ്കിൽ 1 വർഷം അധിക തടവും കോടതി വിധിച്ചു. 2021 മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ പെൺകുട്ടി ജോലി ചെയ്തിരുന്ന കടയിലെ മാനേജരായിരുന്നു വിനീഷ്. സ്റ്റാഫ് റൂമിൽ വെച്ച് ഭീഷണിപ്പെടുത്തി ലൈംഗികാതിക്രമത്തിനും ബലാത്സംഗത്തിനും ഇരയാക്കുകയായിരുന്നു. 2017 മുതൽ 2022 വരെ ബന്ധുക്കളുടെയും ഇടനിലക്കാരുടെയും സഹായത്തോടെ പെൺകുട്ടിയെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് നിരവധി പേർ പീഡിപ്പിച്ചു. പീഡനത്തിന്റെ ഫലമായി പെൺകുട്ടി 5 മാസം ഗർഭിണിയായപ്പോഴാണ് ക്രൂരത പുറത്തറിയുന്നത്. അന്വേഷണത്തിൽ പെൺകുട്ടിയുടെ അമ്മയ്ക്കും വല്യമ്മയ്ക്കും പീഡന വിവരം അറിയാമായിരുന്നതായും ചില കേസുകളിൽ അമ്മ കൂട്ടുപ്രതിയാണെന്നും പോലീസ് കണ്ടെത്തി. കുട്ടിയുടെ ശൈശവവിവാഹം കഴിഞ്ഞ് കുട്ടിയെ രക്ഷാകർതൃത്വം കൊടുത്ത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏൽപ്പിച്ച വല്യമ്മ, ആ വല്യമ്മ ബഹുമാനപ്പെട്ട കോടതിയിൽ 2ാം സാക്ഷിയായിരുന്നു. ആ സാക്ഷി കോടതിയിൽ വന്ന് കുട്ടിക്കെതിരായി ഹോസ്റ്റലായി ഈ കേസിൽ മൊഴി കൊടുത്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. കാരണം അവർക്ക് ഈ കുട്ടിയുടെ പീഡനകഥകൾ ഏതാണ്ട് 2017 മുതൽ 22 വരെയുള്ള കാലഘട്ടത്തെ എല്ലാ സംഭവങ്ങളും അറിയാമായിരുന്നു എന്നുള്ള വസ്തുത മറച്ചു വെച്ചുകൊണ്ട് പ്രതിഭാഗം ചേർന്ന് പ്രതികൾക്ക് അനുകൂലമായി മൊഴി പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. പ്രോസിക്യൂഷൻ ഭാഗത്ത് നിന്ന് 27 സാക്ഷികളെ വിസ്തരിച്ചു. 47 രേഖകൾ ഹാജരാക്കി. ആകെ 28 കേസുകളിൽ എല്ലാം കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ബാക്കി കേസുകളിലെ വിചാരണ തുടരുകയാണ്. മീഡിയ 1 ഇടുക്കി.